എൻ്റെ പേര് നിഖിൽ. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐറ്റം കേക്കാണ്. അതിനാവശ്യമായ സാധനങ്ങൾ പാല്, ബിസ്ക്കറ്റ്, ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് നെയ്യ് എന്നിവയാണ്. ആദ്യം നമുക്ക് പാലൊഴിച്ചൊന്ന് ബിസ്ക്കറ്റ് ഒന്ന് അരച്ചെടുക്കാം. ഹലോ, ഇതിപ്പോൾ ഇതിപ്പോൾ അരച്ചെടുത്തതാണ്. ഈ പരുവത്തിനാണ് ഇപ്പോൾ നമ്മൾ അരച്ചെടുക്കേണ്ടത്. നമുക്ക് ഇത് കുക്കറിൽ എണ്ണ തടവാം. മുഴുവനായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കണം. ഈ എണ്ണ തടവണത് നമ്മൾ കേക്ക് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുമില്ല പെട്ടെന്ന് ഇളവി വരാനൊക്കെ. ഇനി നമുക്ക് ബട്ടർ പേപ്പർ വച്ച് കൊടുക്കാം. ഇനി ബട്ടർ പേപ്പറിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഇത് നമ്മൾ അരച്ച് വെച്ച ബിസ്ക്കറ്റ് അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടുപ്പിലോട്ട് വെച്ചെടുക്കാം. നമ്മളിത് നേരിട്ടല്ല വെച്ച് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ ഈ ദോശക്കല്ല് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ കുക്കർ വെച്ച് കൊടുക്കുന്നത്. അത് പെട്ടെന്ന് നല്ലൊരു പരുവത്തിന് കിട്ടാൻ വേണ്ടി, പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചൂടിൽ തന്നെ അങ്ങ് വെച്ച് കൊടുക്കുന്നത്. ഇത് വെന്ത് പരുവം കിട്ടാൻ ഒരു 45 മിനിറ്റൊക്കെ എടുക്കും. അതുവരേക്കും നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 45 മിനിറ്റ് ആയിട്ടുണ്ട്. ഏകദേശം കേക്ക് വേവേണ്ട സമയമായിട്ടുണ്ടാവും. നമുക്ക് തുറന്ന് നോക്കാം. കേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ പാത്രം ഇങ്ങനെ വെച്ചിട്ട് കമത്തി കൊടുത്ത് നോക്കാം. പിന്നെ പുറമേ നിന്ന് കവറൊന്ന് ബട്ടർ പേപ്പർ അങ്ങ് നീക്കി കൊടുക്കാം. പിന്നെ ഇതാണ് നമ്മളുണ്ടാക്കിയ സ്വാദിഷ്ടമായ കേക്ക്. ഇപ്പം എന്ത് പൊങ്ങിയിട്ടൊക്കെ ഉണ്ട്. ഇതിൻ്റെ ചിലവെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപയ്ക്കകത്ത് മാത്രമേ ഉള്ളൂ. ഇത് വയസ്സായവർക്ക്, പ്രായം കൂടിയവരും കുറഞ്ഞവർക്കൊക്കെ കഴിക്കാം. ഇവിടെ ഉണ്ടാക്കുന്നത് സേമിയ പായസമാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ ബർമസലി, ചൗവരി, നെയ്യ്, കിസ്മിസ്, മുന്തിരി, ഏലക്ക, പാൽ, പഞ്ചസാര എന്നിവയാണ്. ആദ്യം പാത്രം ചൂടാക്കാൻ വെക്കണം. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ബർമസലി വേവാൻ വെക്കാം. അതിനുശേഷം കുറച്ചായിട്ട് കിണ്ടി കൊടുക്കാം. അതിനുശേഷം ചൂടാക്കി വെച്ചിരിക്കുന്ന പാൽ അല്പമായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ 1 ലിറ്റർ പാലാണ് ഇതിപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
അതിനുശേഷം നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇത് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇലയ്ക്ക കുറച്ചായതുകൊണ്ട് മാത്രമാണ് പൊടിക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ഷുഗറൊക്കെ ഇട്ട് പൊടിച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം ഒരുവിധമായിട്ടുണ്ടാകും. നമുക്ക് അടുത്തതായി കിസ്മിസും മുന്തിരിയൊക്കെ വറുക്കാനായിട്ട് പോകാം. അതിന് മുമ്പ് ഇതൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മതിയാവും. ഞാൻ ഇപ്പോൾ ഏകദേശം ഒരു 4-5 സ്പൂൺ ഒഴിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് ഇപ്പം കുറച്ച് ചൂടായി തുടങ്ങിയതിന് ശേഷം കിസ്മിസ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കിണ്ടി കൊടുക്കാം. ഇപ്പം ഏകദേശം തിളച്ച് തുടങ്ങിയതേ ഉള്ളൂ. ഇട്ട് കൊടുത്ത കിസ്മിസ് ഒരുവിധം ചുവന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അടുത്തതായി നമുക്ക് കുറച്ച് മുന്തിരി വാരി ഇട്ട് കൊടുക്കാം. അതൊന്ന് പെരുകന്ന് വെക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് കോരി മാറ്റാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച പായസം ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് പരിവാവാൻ വേണ്ടിയിട്ട് ചൂടിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മൾ വറുത്ത് കോരി വെച്ച ഈ മുന്തിരിയും കിസ്മിസ് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് നെയ്യ് കോരി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ പായസം റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് മാറ്റാം. പായസം റെഡി ആയിട്ടുണ്ട്.